വാച്ച് ലിസ്റ്റിന്റെ 38-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നുപോയ ആഴ്ചക്കാലയളവിലും ആഭ്യന്തര വിപണി നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 100-ലധികം പോയിന്റുകളുടെ നഷ്ടം നിഫ്റ്റിയും 400-ലധികം പോയിന്റുകളുടെ നഷ്ടം സെൻസെക്സും നേരിട്ടു. ആഭ്യന്തരവും ആഗോളവുമായ വിവിധ ഘടകങ്ങളാണ് ഓഹരി വിപണിക്ക് തിരിച്ചടിയാകുന്നത്. തുടർച്ചയായ തിരിച്ചടികൾക്ക് പിന്നിലെ കാരണമെന്താണ്? വാച്ച് ലിസ്റ്റ് ഇന്ന് പരിശോധിക്കുകയാണ്. പിന്നെ പ്രകാശ്, കഴിഞ്ഞ ആഴ്ചയിലേക്ക് സമാനമായി ഈ ആഴ്ചയിൽ നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. തുടർച്ചയായ തിരിച്ചടികളെ തുടർന്ന് വിപണിയെ നിരാശ ബാധിച്ചോ? അങ്ങനെ പറയുന്നതിൽ ഒരു കണക്കിന് തെറ്റില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചടി നമുക്ക് കാണാം. ഗ്രാഫിൽ നോക്കിയാൽ പോലും നിഫ്റ്റിയുടെ ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ എവിഡൻ്റ് ആണ്. FISൻ്റെ സെല്ലിംഗ് നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം, അതായത് സെപ്റ്റംബർ 27-നാണ് 2 ഇൻഡിസസുകളും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഉള്ള ഒരു തിരിച്ചടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഓൾമോസ്റ്റ് 13% കറക്ഷൻ ഫ്രം ദ റീസെൻറ്റ് പീക്ക്, അല്ലെ ഓൾ ടൈം ഹൈ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ 18%, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ഇൻഡിസസിൻ്റെ നോക്കുകയാണെങ്കിൽ 22% ആയിട്ടുണ്ട്. FISൻ്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞപ്പം ഈ 5 മാസത്തിനിടെ തന്നെയുള്ള ഒരു സെല്ല്, അതായത് ഓഹരികളുടെ മൂല്യം, വിറ്റ് മാറിയ ഓഹരികളുടെ മൂല്യം നോക്കുകയാണെങ്കിൽ 3 ലക്ഷം കോടി കഴിഞ്ഞിട്ടുണ്ട്. ഈ നിരാശ ബാധിച്ചു എന്ന് സൂചിപ്പിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ജനുവരിയിൽ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ, അത് ബ്രോഡർ മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ 0.9 ആയിരുന്നു. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇപ്പോൾ ഇതുവരെയുള്ള നോക്കുകയാണെങ്കിൽ 0.7 താന്നിട്ടുണ്ട്. അപ്പം ആ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ തന്നെ ആ ഒരു പെസിമിസം എന്തുമാത്രം ഉണ്ടെന്ന് കാണാം. ഇനിയിപ്പോൾ മോറോവർ BSEയിൽ ഒരു മൊത്തം ലിസ്റ്റഡ് കമ്പനികളുടെ നോക്കുകയാണെങ്കിൽ ഒരു 2/3 അതിൻ്റെ ഒരു 52 വീക്ക് ഹൈന്ന് 30% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് അത്രത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ പെസിമിസം ഒരു കൈൻഡ് ഓഫ് ഫണ്ട് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഫെബ്രുവരിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആകെ 2 ദിവസമാണ് ഒരു പ്ലസ്സിൽ വിപണി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പം ഈ 8 ദിവസങ്ങൾക്ക് തിരിച്ചിട്ട് തുടർച്ചയായ നഷ്ടത്തിന് ശേഷം മൺഡേ ഒരു ഗ്രീൻ 17 ഗ്രീൻ ആയിരുന്നു പറയുന്നത്. ഈ ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിങ് തന്നെയാണ് കഴിഞ്ഞ 4 ദിവസം. അത് വെള്ളിയാഴ്ചയാണ് ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നമ്മൾ കണ്ടത്, പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്യുന്ന കണ്ടത്. മാർക്കറ്റിൽ ഒരു പെസിമിസം ഉണ്ട് തീർച്ചയായിട്ടും. ഈ തിരിച്ചടിക്ക് പിന്നിലെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് വിപണിയെ ബാധിക്കുന്നത്? ഇപ്പം നമ്മൾ സെപ്റ്റംബർ തൊട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, സെപ്റ്റംബർ ആദ്യം ക്യാരി ട്രേഡിന് അൺവൈൻഡിങ് ഒരു കറക്ഷൻ വന്നത്. പക്ഷേ അതിനുശേഷം പിന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്ത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 26,377 സെപ്റ്റംബർ 27-നാണെന്ന് തോന്നുന്നു ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഏണിങ്സ് ആദ്യം വന്നതിനെയാണ് പ്രധാന പ്രശ്നം. അതായത് FI സെല്ലിംഗ് തുടങ്ങിയെങ്കിൽ പോലും അത് അതിൻ്റെ അതിൻ്റെ ഒരു ഫോഴ്സ് വർദ്ധിക്കുന്നത് ക്വാർട്ടർ 2 ഏണിങ്സ് വന്നപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാത്ത ഉയരുന്നില്ല. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടായത് കോർപ്പറേറ്റ് ഏണിങ്സിലൊക്കെ മിക്കത് സിംഗിൾ ഡിജിറ്റിലോട്ടൊക്കെ പോയി എന്നുള്ള രീതിയിൽ പിന്നെ പ്രതീക്ഷ പലതും. പിന്നെ Q3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Q2 ഡിജിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സർപ്രൈസിങ് അവിടെ, അതായത് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു അപ്രതീക്ഷിതം കൂടെ വന്നതുകൊണ്ടുള്ളൊരു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ സെല്ലിംഗ് തുടങ്ങി. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് നോക്കും. പിന്നെ അവസാനമാണ് Q2 രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നോക്കും കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് പോയി. പിന്നെ അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും Q2, അതായത് രാജ്യത്തിൻ്റെ ക്വാർട്ടർ 2 GDP താഴ്ന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് വന്ന് ജനുവരിയിൽ ആദ്യമൊക്കെ കുറച്ചൊരു ഇതൊക്കെ കാണിച്ചെങ്കിലും ട്രംപ് വന്നതോടുകൂടി തന്നെ വീണ്ടും കാര്യങ്ങൾ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങി. ഇപ്പം ട്രംപിൻ്റെ ഈ റെസിപ്രോക്കൽ താരിഫ് അങ്ങനെ പല കാര്യങ്ങളിലും പുള്ളിയുടെ വ്യാപാര നയങ്ങൾ അതായത് പുതിയ ഭരണാധികാരി അല്ലെങ്കിൽ ട്രംപ് വീണ്ടും 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി എത്തിയപ്പോൾ അദ്ദേഹം ഒരു ആഗോള വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തുന്ന രീതിയിൽ പല നീക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം അതല്ലാതെയും ഈ US ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഡിസിഷൻ ഡിലേ ആകുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും നോക്കുകയാണെങ്കിൽ അവിടെ US ബോണ്ട് ഈൽഡ്, പിന്നെ കമ്പയർ ബെറ്ററായിട്ട് US എക്കണോമി പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം US ഡേറ്റകൾ നോക്കുമ്പം. അപ്പം അതിൻ്റെ ഒരു ഘടകങ്ങളുള്ളതുകൊണ്ട് തന്നെ US ബോണ്ട് ഈൽഡുകൾ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ USൻ്റെ 2 ഇയർ ട്രഷറി ഈൽഡൊക്കെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 3.3 4.4% റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു US പോലെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കമ്പയർലി ബെറ്റർ ഒരു റിട്ടേൺ ആണത്. പിന്നെ ഇതേ ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ഇതുകൊണ്ട് ഇനി അമേരിക്കയെ ഗ്രേറ്റർ അഗെയിൻ എന്നുള്ള ക്യാമ്പയിനൊക്കെ കൊണ്ട് അമേരിക്കയ്ക്ക് വീണ്ടും ഒരു ഡോമിനൻസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. US ഡോളറും വളരെയധികം ശക്തി പ്രാപിച്ചു. ഇപ്പോൾ ഇന്ത്യൻ രൂപയായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 83 പോയിൻറ്റ് സംതിങ്ങിലൊക്കെ ആയിരുന്നു സെപ്റ്റംബർ 88 വരെ പോയി. ഇപ്പോൾ 87 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. അത് US ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റുപ്പി വീക്കനായി. അപ്പോൾ ഇതെല്ലാം FI സെല്ലിങ്ങിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ്, FI സെല്ലിങ്ങിനെ ട്രിഗർ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് വാല്യുവേഷനുണ്ട്. കാര്യം ക്വാർട്ടർ 2 വാല്യുവേഷൻ നിരാശപ്പെടുത്തിയതാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റ് ആ സമയത്ത് ഓപ്പൺ ചെയ്ത് അവർ സ്റ്റിമുലസ് പാക്കേജുകൾ പറഞ്ഞു. അപ്പോൾ വാല്യുവേഷനിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നോക്കുമ്പോൾ ഒരു വാല്യുവേഷനിൽ ചീപ്നെസ് ആണെന്നൊരു പ്ലസ് പോയിൻ്റ് ആ സമയത്ത് വന്നു. FIS ആ ഒരു പുൾ ഔട്ട് ചെയ്തിട്ട്
അവർ മടങ്ങി വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതായിട്ട് മാറി. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഈ പറയുന്ന വാല്യുവേഷൻ തന്നെയാണ് ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിരുന്നത്. അപ്പം അത് Q3 ഏർണിങ്സിൽ വന്നെങ്കിലും നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. കുറേയൊക്കെ ഇല്ലാൻ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘടകങ്ങളെല്ലാം FII സെല്ലിംഗ് ഉണ്ട്, US ബോണ്ട് ഈൽഡ്, US ഡോളർ സ്ട്രെങ്തൻ ആകുന്നു, അല്ലെങ്കിൽ റുപ്പി വീക്കണാകും, നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും, നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റൊക്കെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇങ്ങനത്തെ കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഘടകങ്ങളും എല്ലാമാണ് ഒരു, അതായത് വാല്യുവേഷൻ, ഗ്രോത്ത് ഏർണിങ്സിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്, FII സെല്ലിങ്, ഇത്തരം ഘടകങ്ങൾ. പിന്നെ ഈ ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ ട്രംപ്, ആ ട്രേഡ് താരിഫിൻ്റെ പ്രശ്നങ്ങൾ, US ഈൽഡ്, ബോണ്ട് ഈൽഡ്, US ഡോളർ, ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. പറയുകയാണെങ്കിൽ ആഭ്യന്തരവും ആഗോളവുമായിട്ടുള്ള പ്രതികൂല ഘടകങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. തിരിച്ചടികൾക്ക് ശേഷം സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ ഫെയർ ആയില്ലേ? നിക്ഷേപം നടത്താനിപ്പോൾ അനുകൂലമായ സമയമാണോ? വാല്യുവേഷനിലാണ് ചോദ്യമെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യുവേഷനൊക്കെ കുറച്ചുകൂടെയൊക്കെ കംഫർട്ട് ആയിട്ടുണ്ട്. നമ്മൾ കമ്പയർഡ് ടു സെപ്റ്റംബർ 2024 നോക്കുമ്പോൾ കംഫർട്ട് ആയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച ക്ലോസിങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നിഫ്റ്റിയുടെ, അതായത് ഏറ്റവും ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഓഹരികൾ നോക്കുമ്പോൾ 29 എണ്ണവും അവർ 5 ഇയർ ആവറേജ് പീരീഡ് താഴെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ലാർജ് ക്യാപ്, മിഡ് ക്യാപ്പിൻ്റെ ഇൻഡിസസ് നോക്കുകയാണെങ്കിലും അവരൊരു 5 ഇയർ മീഡിയൻ ആവറേജിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാല്യുവേഷൻ ഒരു കംഫർട്ട് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഫെയറിലോട്ട് വരുന്നുണ്ട്. പല പോക്കറ്റ്സ് നമുക്ക് നോക്കും ഫെയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതുകൊണ്ടൊരു നിക്ഷേപത്തിന് അനുകൂലമായെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അതിൻ്റെ ഒരു വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ Q3 ഏർണിങ്സ് നമ്മൾ നോക്കുമ്പോഴും ആ ഒരു അതായത് വാല്യുവേഷനിൽ നമ്മൾ ഒരു ഹയർ ആകുമ്പോൾ നമ്മുടെ ഗ്രോത്ത് നമുക്ക് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. ആ ഒരു മിസ്മാച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ വാല്യുവേഷൻ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ ലോജിക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ Q3 ഏർണിങ്സിൽ ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നോക്കുമ്പം ഇപ്പോഴും അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റവന്യൂ ഗ്രോത്ത് ഒരു ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ 10% താഴെയാണ് റവന്യൂ ഗ്രോത്ത് കമ്പനികൾ കാണിക്കുന്നത്. അപ്പം അത് തന്നെ എന്താണ് സ്ലോവർ എക്സ്പാൻഷൻ്റെ പ്രശ്നമുണ്ട്, ഡിമാൻഡ്, പ്രൈസിങ് പവറിൻ്റെയൊക്കെ ആ ഒരു ഇതിൻ്റെ വീക്ക്നെസ്സിനെ കാണിക്കുന്നതാണ്. ഇനിയിപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ, ഗ്രോത്തിലെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് റവന്യൂ എന്ന് പറയുമ്പം ടോപ്പ് ലൈൻ അല്ലെങ്കിൽ ബോട്ടം ലൈൻ രണ്ടും കൂടെ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 15% വരെ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഒരു ഓവറോൾ 2024, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 23-24, 2020 ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു 15% ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസംബർ ക്വാർട്ടറിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ Q3 ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 8% ഉള്ളൂ. അപ്പം പിന്നെ കഴിഞ്ഞ വർഷം അത്ര കൂടുതൽ ഇരുന്നത് ലോ ഇൻപുട്ട് കോസ്റ്റിൻ്റെയൊക്കെ കൊണ്ടാണ്. എനിവേ ടോപ്പ് ലൈനും ബോട്ടം ലൈനിലും ഉള്ള ആ ഒരു ഗ്രോത്തിൽ ആ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വാല്യുവേഷൻ കംഫർട്ട് സോണിലോട്ടൊക്കെ പല പോക്കറ്റിൽ എത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കോർപ്പറേറ്റ് ഏർണിങ്സിൻ്റെ അകത്തെയുള്ള ആ ഒരു ഇത് വരുന്നില്ല, ആ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ആവേശം അത് നമുക്ക് കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് അനുകൂലമായ സമയമാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാല്യുവേഷൻ അനുകൂലമായെന്ന് വെച്ചാൽ വാല്യുവേഷൻ ഏറെക്കുറെയൊക്കെ ചില ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ അത്രയധികം പറയാൻ കഴിയത്തില്ല. ചില ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനറലായിട്ടുള്ള ചോദ്യമായിട്ട് ജനറലായിട്ട് തന്നെ ആൻസർ പറഞ്ഞതാണ്. വാല്യുവേഷൻ കുറേ പോക്കറ്റുകളിലൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ കമ്പനികളുടെ ഒരു ലേറ്റസ്റ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കോർപ്പറേറ്റ് ഏർണിങ്സ് തന്നെ ക്യാച്ചപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പ്രകാശ്, തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം ഈ ഓഹരി വിപണിയുടെ ഭാവി എന്താണ്? നിക്ഷേപകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാൻ പറ്റും. ഇപ്പം മാർക്കറ്റിൽ ടൈം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി, അതേസമയം നമ്മൾ ചെയ്ത് തെറ്റായ പ്രവണത. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 22,800 എന്നുള്ളായിരുന്നു റീസൺ ലോ. അപ്പോൾ അത് വെള്ളിയാഴ്ച ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ 5 മാസത്തെ നമ്മളൊരു ഇതിൻ്റെ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള പാറ്റേൺ കാണാം, ആ ഒരു ഡിക്ലൈനിങ് കാണാം. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ഈ 22,800 ഇപ്പോൾ വില്ലേജ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഏകദേശം അവിടെ തന്നെയാണ് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി അത് അടുത്ത ആഴ്ചയിലൂടെ നോക്കണം. അപ്പോൾ അതായത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വാല്യുവേഷൻ നോക്കിയാലും ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഒരു നിയർ ടൈം ബോട്ടമിൻ്റെയൊക്കെ ഒരു ഇത് കാണിക്കാം. പക്ഷേ ഈ ഞാൻ നേരത്തെ പോലെ കോർപ്പറേറ്റ് ഏർണിങ്സിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ആ ഒരു ആവേശം, അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് തമ്മിലുള്ള ആ ഒരു അതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു രീതിയിലൊരു ഗ്രോത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഒരു അപ്സൈഡ് അത്രയ്ക്കും ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതായത് ഇനി അധികം വീണില്ലെങ്കിൽ പോലും ടെക്നിക്കലി ആയാലും ഇപ്പോൾ വാല്യുവേഷനിൽ ഞാൻ പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ്സൈഡ് നമുക്ക് ഒരു അത്രയധികം ലിമിറ്റഡ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി 22,800 ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 22,800 22,700 ആ ഒരു 100 ഇതിലെടുക്കാം. വെഡ്ജിൻ്റെ ലോവർ എൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് എടുക്കാം. വെള്ളിയാഴ്ച ഒരു ബ്രേക്ക് വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി നെക്സ്റ്റ് 22,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഫർദർ ഒരു മീൻസ് ഇറക്കത്തിനുള്ള വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ആവാം. 22,600 ഈ
അന്നത്തെ ഒരു ഫെബ്രുവരിയിലെ റീബൗണ്ടിൻ്റെ റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുമ്പം ഉള്ളൊരു ഏരിയ കൂടെ ഉണ്ട്. പക്ഷേ 22,000-22,800 പോകാൻ സാധ്യതയുണ്ട്. 22,800 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ഇനിയിപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ 23,800 റീസെൻറ്റ് പീക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും ഇപ്പോഴത്തെ ഡൗൺ ട്രെൻഡ് മാറിയോ എന്നുള്ളൊരു കാര്യം പറയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ടെക്നിക്കലായിട്ട് വാല്യുവേഷൻ ആയിട്ട് നോക്കുമ്പോൾ ഒരു ബോട്ടമിൻ്റെയൊക്കെ നമുക്കൊരു ഫീൽ കിട്ടുമെങ്കിലും അപ്സൈഡ് ഒരു ചാൻസ് ലിമിറ്റഡ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സെപ്റ്റേസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമില്ല, ഇപ്പോൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യണം. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നോക്കുകയാണെങ്കിൽ ഇപ്പോൾ DeepSeekൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവർ ഇനി ഒരു ഓപ്പൺ സോഴ്സ് വീക്ക് നെക്സ്റ്റ് വീക്കിൽ അവർ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 ദിവസം 5 തരത്തിലുള്ള 5 റെപ്പോസിറ്ററീസ് അവർ ഷെയർ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് US കമ്പനികളുടെ ഒരു ഇതാണ്. അപ്പം ഇപ്പോൾ US വിപണിയൊക്കെ ഇത്രയും അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡെക്സ് റാലി തന്നെ മെയിൻ കാര്യം പഴയ മാഗ്നിഫിക്കറ്റ് 7 എന്ന് പറഞ്ഞാൽ 7 പ്രധാനപ്പെട്ട ടെക് കമ്പനികൾ കയറി പോയേക്കുന്നതാണ്. അപ്പോൾ DeepSeekൻ്റെ ആദ്യത്തെ ഒരു R1 ലോഞ്ചിൽ iOS ആപ്പ് സ്റ്റോറിൽ ഒന്നാമതെത്തിയപ്പോൾ ഡൗൺലോഡിങ്ങിൽ ഒന്നാമതെത്തിയപ്പോഴത്തേക്കുമാണ് NVIDIA 16% ഇടിച്ചത്. അപ്പോൾ ഇവർ ഇപ്പോഴത്തെ പറഞ്ഞേക്കുന്ന പ്രകാരം DeepSeek പറഞ്ഞേക്കുന്ന അടുത്ത ആഴ്ച ഒരു ഓപ്പൺ സോഴ്സ് വീക്കായിട്ട് അവർ ചെയ്യാൻ പോവുകയാണ്. 5 റെപ്പോസിറ്ററീസ് അവർ അനൗൺസ് ചെയ്യും. അതായത് ഇപ്പം US ഒരു AI ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഓഫ് റിസർച്ചാണ് നടക്കുന്നതെങ്കിൽ ഇവരിതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ആയിട്ടുള്ളൊരു ഇന്നോവേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു കണക്കിന് നല്ലതാണ്. കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അടുത്തൊരു സാങ്കേതിക വിദ്യ നിൽക്കുന്നത് ഒരു ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കരുതാം. പക്ഷേ അതിന് വേറെ തലത്തിൽ പറഞ്ഞു. പക്ഷേ ഞാൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ചൈന എന്ത് ഡോമിനൻസ് കാണിച്ചാലും അതിൻ്റെ ഇമ്പാക്റ്റ് US മാർക്കറ്റിലുണ്ടാവും. US മാർക്കറ്റാണ് ഇപ്പം നിലവിലും ഒരു മദർ മാർക്കറ്റ്. അപ്പോൾ അവിടുത്തെ വരുന്ന ചലനങ്ങൾക്ക് ഒരു അനുരണനങ്ങൾ സ്വയമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു മെയിൻ പോയിൻറ്റ്, ചൈന ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സായിട്ട് എയിലോട്ട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ലോങ് ടേം സ്റ്റോറികളൊക്കെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാര്യം കഴിഞ്ഞാൽ പുതിയ കളിയിൽ നമ്മളിപ്പോഴും ഗാലറി പോലും എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് ഇന്ത്യ കൊച്ചായിട്ട് പറയുന്നതല്ല, ഞാൻ നാഷണലിസ്റ്റ് അല്ലാത്തത് കൊണ്ടും പറയുന്നതല്ല, പക്ഷേ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അപ്പോൾ ചൈന എത്രമാത്രത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സായിട്ട് മാറുന്നുണ്ടോ, FAS തിരിച്ചു വരാനുള്ള ചാൻസ് ഇത് കുറയ്ക്കും. അവർക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് റവന്യൂ കിട്ടുന്നതിൻ്റെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇതൊന്നും പേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം AI വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അവിടത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് സൂചിപ്പിച്ചത്. എന്ന് പറയാൻ പേടിക്കേണ്ട കാര്യമുണ്ട്, പക്ഷേ പാനിക് ആവേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞപ്പം ടെസ്ല വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ടാറ്റ മോട്ടോഴ്സായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ EVയിൽ എന്തൊക്കെ മാറ്റം നടക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ DeepSeek എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്. ഇടിച്ചിട്ടതാരെ NVIDIA പോലെ ലോകത്തെ ഏറ്റവും ഹൈ മാർക്കറ്റ് ക്യാപിറ്റൽ കമ്പനിയാണ് ഇടിച്ചിട്ടത്. അപ്പോൾ ടെക്നോളജി ഇവല്യൂഷനിൽ ആരായിരിക്കും ഇനി വലുതാകുമ്പോൾ ചെറുതാകുമ്പോൾ അറിയത്തില്ല. മൈക്രോസോഫ്റ്റിന് Intelനെയൊക്കെ ഇടിച്ചിട്ടാണ് NVIDIA കയറി വന്നത്. ഇവർ വലുതായിരുന്ന സമയത്ത് NVIDIA ചെറിയൊരു കമ്പനിയായിരുന്നു. ഇപ്പം വലിയതായിട്ട് നിൽക്കുന്ന NVIDIA ആണ്, ഗോലിയാത്ത് പോലെ നിൽക്കുന്ന ഇതിനെയാണ് DeepSeek വന്നടിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ലോങ് ടൈം നമുക്ക് പൊട്ടൻഷ്യലൊക്കെ ഉണ്ടില്ലെന്നല്ല പറയും. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ചില ഡെഫിനേഷനും സ്ട്രാറ്റജികളും നമ്മൾ ചെയ്യേണ്ട മാറ്റം കഴിഞ്ഞു. അങ്ങനെ നോക്കണം ഗോൾഡൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് വരണം. കാര്യം അൺസർട്ടീസ് ഒരുപാട് മുന്നിലുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് പാനിക്കാണെന്ന് പറയാൻ കഴിച്ചത് എവിടെ ബേസിക്കലി ഓഹരി ഒരു ലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. ടെക്നിക്കലി ഞാൻ അത്രയധികം എടുക്കരുത്. ടെക്നിക്കൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു കാറ്റസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പിന്നെ ഞാൻ അത്ര ഒരു ടെക്നിക്കലല്ല, ശിവദേവാണ് പറയേണ്ടത്. ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടത്. അപ്പം ഞാൻ പറയാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എപ്പോഴായാലും നടക്കണമെങ്കിൽ ബൈ ആൻഡ് സെല്ല് മീറ്റ് ചെയ്യണം. വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ ട്രേഡ് നടക്കത്തുള്ളൂ. ഇതിൻ്റെ പുറത്തെ എന്ത് അനാലിസിസും വരത്തുള്ളൂ. ഞാൻ ട്രിഗറിൻ്റെ പുറകെ പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആ രീതി പറഞ്ഞില്ല. ടെക്നിക്കൽ അനാലിസിസ് വേണമെന്നല്ല പറഞ്ഞത്, വേറെ തലത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ സൂചിപ്പിച്ച പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പാനിക്കാണെന്ന് വെച്ചാൽ ലോജിക്കാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പം EVയിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ അത്ര ഒരു ടെക്നോസാവി ആയിരിക്കണം അവിടുത്തെ മാറ്റങ്ങൾ. അപ്പം അങ്ങനെ എല്ലാ സെക്ടറിലും പോയി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഏത് കാറിൽ എന്തൊക്കെ ടെക്നോളജി മാറ്റം വന്നാലും ടയർ മാറാൻ പറ്റും. ടയർ ഉണ്ടാക്കുന്ന കമ്പനികൾ നമുക്ക് ഇപ്പോഴും വേണം നോക്കാം. വാല്യൂഷൻ നിൽക്കുകയാണോ കരുതിച്ചാൽ മുന്നോട്ട് സെയിൽസ് കൂടും കാറിൻ്റെ. പക്ഷേ ഭൂമിയിൽ ടച്ച് ചെയ്ത് ഓടുന്ന കാറാണെങ്കിൽ ടയർ വേണം. അപ്പോൾ അത് കാറിനായിട്ട് അനുബന്ധ ഘടകങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും. അതായത് ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനായിട്ട് നിൽക്കുന്ന സാധനങ്ങളുടെ ഓട്ടോ ആൻസിലറി ഇപ്പോൾ പിടിച്ചിട്ട് ഇനി കാര്യമില്ല. പക്ഷേ അല്ലാതെ EV വന്നാലും മാറാത്ത ഓട്ടോ ആൻസിലറീസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ സംഭവിച്ചു. അതായത് ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്തെ പട്ടിണി മാറ്റി. പക്ഷേ 60 തൊട്ടുള്ള ഇതുവരെയുള്ള ഒരു സ്റ്റോക്കുള്ള റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടത് ഫെർട്ടിലൈസർ കമ്പനികളാണ്. പക്ഷേ അല്ല, ഇൻഡസ്ട്രിയൽ കമ്പനികളൊക്കെയാണ് അതിൻ്റെ പുറത്തുള്ള വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ യുക്തിയാണ് വേണ്ടത്, പാനിക്കാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ AI
ഇപ്പം നമ്മളെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പം ചൈന ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലൂടെ പറയുമ്പം ഡീപ് സീക്ക് ഒരു ചക്ക വീണ മുതലേ അത്തതല്ലെന്ന് അവർ തെളിയിക്കുകയാണെങ്കിൽ, ഓപ്പൺ സോഴ്സ് ചെയ്തപ്പോൾ തന്നെ ചക്ക വീണല്ല നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ചൈന അത്രത്തോളം AI അവർ ശക്തി പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ US ഡോമിനൻസിനെ ചോദ്യം ചെയ്യപ്പെടുന്നു. മാർക്കറ്റിൽ അത്രയ്ക്ക് അൺസർട്ടനിറ്റികൾ പലവിധ ഘടകങ്ങളുണ്ട്. അപ്പം ഗോൾഡ് എല്ലാവരുടെയും ഒരു പോർട്ട്ഫോളിയോയിൽ പഴയതിനെക്കാട്ടും കൂടുതൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം നോക്കുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് നൽകിയിട്ടുണ്ട്. year to date ഗോൾഡിനെ നോക്കിയാലും ഒരു 11-12% റിട്ടേൺസ് ആയിട്ടുണ്ട്. ഡബിൾ ഡിജിറ്റ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോയിലൊക്കെ ഒരു 5 കൊല്ലം എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ 2000-ലോ 2010-ലോ എന്ന് പറയുന്നത് ഈസി അല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. AGIയുടെ കാര്യം ഇപ്പോൾ ഇതിനെ എനിക്കറിയത്തില്ല, ഇതിൻ്റെ ഇടയ്ക്ക് മൈക്രോസോഫ്റ്റ് മജ്രാനോ എന്നും പറഞ്ഞ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ വേണ്ടി ചിപ്പ് അനൗൺസ് ചെയ്തു. അപ്പോൾ ആ സമയത്തൊരു ഇതുണ്ടായിരുന്നു മനസ്സിലൊരിത്, എന്തോ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ചൈനയുടെ ഭാഗത്ത് തന്നെ കൗണ്ടർ ചെയ്യണം എന്നുള്ളത്. കാര്യം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ആ ഒരു ഗ്രോത്തിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പം ഇവരിപ്പോഴും റിലീസ് ചെയ്ത് ഇച്ചിരി ഏർലി അല്ലേ എന്നൊരു സംശയം പല കോണുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ഏത് സമയത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കിട്ടും. ആ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. EVയിൽ നമ്മളിപ്പോൾ ഒരു OEM, അതായത് കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2000-ലെ പോലെ നമുക്ക് അത്ര എളുപ്പമല്ല, കാര്യം ടെക്നോളജി മാറുകയാണ്. പക്ഷേ ഏത് ഭൂമി തൊട്ടോടുന്ന ഏത് കാറിന് ടയർ വേണമെന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് ലോജിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബോട്ടിലും വേണം നമുക്ക് സമുദ്രം മറികടക്കാൻ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പൊങ്ങതടിയിലും നമുക്കൊരു സമുദ്രം മറികടക്കാൻ പറ്റും. ഇത് ലോജിക്കിൻ്റെ കളിയാണ്. പക്ഷേ നമ്മുടെ ഒരു AI വരുന്ന മാറ്റം, അല്ലെങ്കിൽ ചൈന കാണിക്കുന്ന ഡോമിനൻസ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റാണ്. ത്രെട്ട് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ത്രെട്ടല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവന്യൂവിൽ പറയുന്നതാണ്. അപ്പം നമ്മുടെ ലോങ് ടൈം സ്ട്രാറ്റജിയും ഡെഫിനിഷൻസും ഒക്കെ മാറ്റേണ്ട സമയമാണ്. ഇതൊരു എക്സ്ട്രീം കേസാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച കയറിയിട്ട് വന്നിട്ട് എന്താണ് കയറിയെന്നിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരു ചിന്തിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഡിസ്കഷൻ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അതിൽ നിന്നുള്ളൊരു ഇമ്പാക്റ്റ് പറഞ്ഞാണ്. അപ്പം അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ദീപു ചോദിച്ചാൽ വന്നാൽ, ഒരു നിയർ ടൈം ഒരു ടെക്നിക്കലും വാല്യൂഷൻ വൈസ് നോക്കുമ്പോൾ ഒരു ബോട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കോർപ്പറേറ്റ് ഏണിങ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം 23,800 മറികടന്നാൽ മാത്രമാണ് ടെക്നിക്കലി നമുക്ക് ഡൗൺ ട്രെൻഡ് മാറിയെന്ന് പറയാൻ കഴിയൂ. പിന്നെ ടെക്നിക്കലി കൂടുതലേറെ ശരിയാണ് പറയേണ്ടത്. അപ്പോൾ ടെക്നിക്കലി നോക്കിയിട്ട് വാല്യൂഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോട്ടം എത്തിയിട്ട് തോന്നാം. പക്ഷേ അപ്സൈഡ് ഒരു ചാൻസ് ലിമിറ്റഡ് ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ഗ്ലോബലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ ഡീപ് സീക്ക് എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അടി US മാർക്കറ്റിൽ വരാം. അപ്പോൾ അതിൽ നമ്മൾ ഇച്ചിരി ഒരു വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട ടൈം എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഉണ്ടാകുന്നതൊക്കെ ഇനിയും മുന്നോട്ടും ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിലും നല്ലതെന്നാണ് സൂചിപ്പിച്ചത്. ഓഹരി വിപണിയെ സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വാച്ച് ലിസ്റ്റിൽ ഡ്രോ ചെയ്ത ലൈൻസ് ആണ്, അത് മാറ്റിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വാച്ച് ലിസ്റ്റിൽ ഒരു റേഞ്ച് ഇവിടെ ഡ്രോ ചെയ്തിരുന്നു. അതേ സെയിം റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി വ്യാപാരം നടത്തിയത് എന്ന് കാണാം. കഴിഞ്ഞ വീക്കിലെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡ്രോ ചെയ്യുന്ന ലൈൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കണം എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കലും മാർക്കറ്റ് അങ്ങനെ കൃത്യമായിട്ട് പ്രഡിക്റ്റബിൾ അല്ല എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും നമ്മളുടെ ഒരു അനുമാനമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് കുറച്ച് ബ്രോഡ് റേഞ്ചായിട്ട് അവിടെ തന്നെ നിലനിൽക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ കഴിഞ്ഞ വീക്കിൽ ഈ ഒരു ലെവൽസിൽ പുതിയൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു ലെവൽ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു 23,000 ലെവല്, ഓൾമോസ്റ്റ് 23,000. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ചെറിയ ക്യാൻഡിലാണ് ഉദ്ദേശിച്ചത്. ഒരു 23,000, 23,100 അതാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പുതിയതായിട്ട് കഴിഞ്ഞ വീക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. താഴെ ലെവൽസിലേക്ക് നമ്മൾ നോക്കിയാൽ 22,785, അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് 22,720. ആ ഒരു റേഞ്ചിൽ ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവല് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 14-ാം തീയതിയാണ്. ആ ഒരു ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തത് സെയിം ലെവലാണ്. അതിന് മുമ്പ് ബാക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 27-ന് സെയിം ലെവലിൽ നിന്ന് ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ
ഫെബ്രുവരി 12-ാം തീയതിയും സെയിം ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 14, പിന്നെ കഴിഞ്ഞ വീക്ക് മുഴുവനും സപ്പോർട്ട് എടുത്ത് നിന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണിത്. പക്ഷേ ലാസ്റ്റ് വീക്ക് ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സെയിം ആയിട്ട് തന്നെ അപ്പർ വീക്കും ലോവർ വീക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടെ നിന്ന് സ്ട്രോങ് റിജക്ഷൻ വന്നു പ്രീവിയസ് ലെവലിൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ്, ഒരു 22,500. ഈ ഒരു ലെവല് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ ഈ ഒരു ലെവൽസാണ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഒരു മരവൂസ് ക്യാൻഡിലിൻ്റെ മിഡിലായിട്ട് തന്നെ വരും. അതൊരു 22,323 റേഞ്ചാണ്, ഒരു സോണാണ്. ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 23,100 റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ വീണ്ടും മുകളിലേക്ക് നോക്കിയാൽ 23,200, 23,300. അതിനു മുകളിൽ ഈ ഒരു സോൺ 23,600, 23,679, 23,795 ഇത്രയും ലെവൽസിൽ റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് മറ്റൊരു റേഞ്ച് എങ്ങനെ എന്നൊന്ന് നോക്കാം. മറ്റൊരു റേഞ്ച് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ റെസിസ്റ്റൻസ് നേരിട്ട അതേ ലെവൽസ് തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ അടക്കം നമുക്ക് പരിഗണിക്കാം. ഇത്തരത്തിൽ റേഞ്ച് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഒരു ലെവൽസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചെറിയ റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക്ഔട്ട് ലഭിച്ചാൽ ട്രെൻഡ് ഡയറക്ഷൻ ഒന്നിലധികം ക്യാൻഡിലുകളിൽ കൺഫേം ചെയ്യാൻ സാധിച്ചേക്കും. 22,713, അതേപോലെ ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത് 23,000. ഈ ഒരു ചെറിയ റേഞ്ചാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമും കൂടെ ഒന്ന് നോക്കാം, കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ആ ഒരു റേഞ്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമുക്ക് ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം. ലെവൽസ് ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മൾ ക്യാൻഡിൽ മാത്രമായിട്ട് പ്യുവർ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. ഇതൊരു വലിയ വരവൂസ് ക്യാൻഡിലാണ്, സെല്ലിംഗ് ആണ് വ്യാഴാഴ്ച ഉണ്ടായത്. എങ്കിലും താഴെ ലെവലിൽ നിന്ന് ചെറിയൊരു റിജക്ഷൻ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു സെയിം റിജക്ഷൻ സംഭവിച്ചിടത്ത് തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഇൻഡെക്സുമായിട്ടോ ഓഹരികളുമായിട്ടോ ബന്ധപ്പെട്ട വ്യാപാര നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. വിപണിയിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം. ഓഹരി വിപണിയെ സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.